ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ചൊവ്വാഴ്ചയ്ക്ക് ശേഷം മാറ്റിയിട്ടുള്ള സെക്കൻഡ് എക്സ്പയറി നാളെ സെപ്റ്റംബർ 9 മാർക്കറ്റിൽ വരെയാണ്. എങ്ങനെ വേണോ മാർക്കറ്റ് ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അത് ഞാൻ വളരെ രീതിയിൽ ഞാൻ അങ്ങനെയുള്ള വലിയ മൂവ്മെന്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ചിലപ്പോൾ വേണമെങ്കിൽ ആ മൂവ്മെന്റ് തരാം, അങ്ങനെയല്ലെങ്കിൽ വരാതെ ശാന്തമായ രീതിയിൽ ഒടുങ്ങി അങ്ങ് അവസാനിക്കാനുള്ള ചാൻസ് മാർക്കറ്റിൽ വളരെയധികം കാണുന്നുണ്ട്. വലിയ ന്യൂസുകളൊന്നും മാർക്കറ്റിൽ ഇപ്പൊ ഇല്ല. നമ്മളെ സംബന്ധിച്ച് ന്യൂസുകൾക്ക് ഒരു ഇഫക്റ്റ് ഇല്ലാത്തൊരു മാർക്കറ്റിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാനൊരു സാറ്റർഡേ ഒരു വീഡിയോ എൻ്റെ പോസ്റ്റ് ചെയ്യുന്നു, ഓണം സ്പെഷ്യൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അതിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അപ്പർ സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവന്മാരുടെ ഭാഗത്തുള്ള സെല്ലിങ്ങിന്റെ പ്രഷർ എങ്ങനെയാണെന്ന് വർക്കാവുന്നതും ആ പ്രഷർ ഇപ്പോഴും ഇന്ന് നിങ്ങൾ നോക്കിയാലും ബാങ്ക് നിഫ്റ്റി 54,480 എന്ന് പറഞ്ഞ നമ്മുടെ ഒരു 200 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്തപ്പം ഫസ്റ്റ് ടാർഗറ്റ് തന്നു. പക്ഷേ ഇമ്മീഡിയറ്റ് സെൽ ഓഫ് ചെയ്ത് താഴേക്ക് വന്നു. നിഫ്റ്റി നോക്കുമ്പോഴും കൃത്യമായി പറയുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് വന്നു, ഇമ്മീഡിയറ്റ് സെൽ ഓഫ് ചെയ്ത് ഇന്നലത്തെ പിഒസിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സ് തന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ സെൽ ഓൺ റൈസും താഴേക്ക് വരുമ്പോൾ ബൈ ഓൺ ഡിപ്പ് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് നോക്കേണ്ടത് ഇന്നലത്തെ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ട് പ്രകാരം നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി ഫസ്റ്റ് ടാർഗറ്റ് തന്നായിരുന്നു. സോ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി നമ്മുടെ ബുള്ളിഷ് റെഫറൻസും കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് തന്നായിരുന്നു, താഴേക്ക് ഇറങ്ങി ലാസ്റ്റ് മിനിറ്റിൽ നല്ല സെൽ ഓഫ് വന്ന് താഴേക്ക് ഇറങ്ങി. ബാങ്ക് നിഫ്റ്റിയും അതേപോലെ ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് തന്നായിരുന്നു. മിഡ് ക്യാപ്പ് നിഫ്റ്റി നോക്കിയാൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയും ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ട്രേഡ് കിട്ടിയ ഒരു ദിവസവും കൂടെ ആയിരുന്നു ഇന്ന് കൃത്യമായി കടന്നു പോയിരുന്നത്. നമുക്ക് നമ്മുടെ ട്രേഡ് ഫ്ലോറിലൊക്കെ കോൾ സൈഡിലെ പൊസിഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പല കോൾ സൈഡ് എടുത്ത ഒരു പൊസിഷൻസ് ഉണ്ട്, ആൾക്കാരുണ്ട്, പ്രോഫിറ്റ് കിട്ടിയതൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിക്ക് കൃത്യമായി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ മാർക്കറ്റിൽ ഒരു ചെറിയ സ്കാൽപ്പ് ചെയ്യാനുള്ള ട്രേഡ് സെറ്റപ്പ് കിട്ടിയ ദിവസം കൂടെ നിന്ന് കൃത്യമായി നിഫ്റ്റിയിൽ കടന്നു പോയത്. അപ്പൊ നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയുടെ കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓപ്ഷനും ചെറിയൊരു വേരിയേഷൻ അപ്പ് ഉണ്ട്. പ്യൂർലി പറയുകയാണെങ്കിൽ ഒരു ഡി ഷേപ്ഡ് സ്പോട്ട്, ഒരു പക്ക ഡി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഡേ ടൈപ്പ് പ്രകാരം കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പാണ്. ഡേ ടൈപ്പ് പ്രകാരം പറയുകയാണെങ്കിൽ ഒരു പ്രൊഫൈലിന്റെ ഷേപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ഞാൻ എന്ത് പറയും, ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ പ്യൂർലി ഒരു ബാലൻസ്ഡ് പ്രൊഫൈൽ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ POC നിൽക്കുന്ന 24,816 ഭാഗത്താണ് POC. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ POC ഒന്ന് മാർക്ക് ചെയ്യാം. 24,816 ഭാഗത്തേക്ക് ആ POC ഒന്ന് കൊണ്ടുപോകാം. നിഫ്റ്റിയെ സംബന്ധിച്ച് 24,816 ഭാഗത്തേക്കുള്ള POC ഞാനൊന്ന് മാർക്ക് ചെയ്യുക. 24,816 ഭാഗത്തേക്ക് POC ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ബുള്ളിഷ് റെഫറൻസ് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഇന്നത്തെ ഹൈക്ക് മുകളിൽ, അതായത് 24,885 മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ. ഇപ്പം ബുള്ളിഷ് റെഫറൻസിനെ ഞാനൊന്ന് മാറ്റി 24,885 24,885 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ കൃത്യമായി പറയണമെങ്കിൽ 24,885 എന്ന് പറഞ്ഞ ആ ഒരു റെഫറൻസ് ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോ 24,885 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ ഇവിടുത്തെ ഒരു കൃത്യമായ ലെവൽ എന്ന് പറഞ്ഞാൽ 24,925 എന്ന് പറഞ്ഞ 930യുടെ ഭാഗത്തേക്ക് പോയി. ഇവിടെ ഒരു ബി പീരീഡിൽ വന്ന ഒരു ബി പീരീഡ് അല്ല, ഒരു എയിൽ ഒരു സെല്ലിംഗ് വന്ന ഏരിയ ആണ്. സോ 24,930 ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,930 24,930 വരെ പോകാനും സെക്കൻഡ് ടാർഗറ്റ് നമ്മുടെ ഹൈ അഥവാ നമ്മുടെ ഈ 980 24,980 24,980യുടെ ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 25,030 എത്രയാണ് 25,040യുടെ ഭാഗത്തേക്ക് വരാൻ കൃത്യമായി പറയുകയാണെങ്കിൽ ഹയർ സൈഡിൽ ഒരു ചെറിയൊരു ലെവൽ മാത്രമേ മാറ്റുള്ളൂ. 24,885 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ 24,930 980 25,040 എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോവാം. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിഫ്റ്റി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 24,750 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് സെല്ലിംഗ് എടുക്കാം. എങ്ങനെയാണ് 24,750 താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നമുക്ക് സെല്ലിംഗ് എടുക്കാം. 24,750 താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ആ സെല്ലിംഗ് എങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്?
ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ആ സെല്ലിംഗ് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,670 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായി പറഞ്ഞാൽ 24,670 എന്ന് പറഞ്ഞ നമ്മളെ പഴയ ഒരു പി ഒ സി ഉണ്ട്. ഏത് ദിവസത്തെ പി ഒ സി ആണ്? ആ കൃത്യമായി ആ പി ഒ സിയുടെ ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ആ പി ഒ സിയുടെ ഭാഗത്തേക്ക് വരാം. ഈ ഫ്രൈഡേയുടെ പി ഒ സിയുടെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,600 ഭാഗത്തേക്ക് എത്രയാണ്? 24,600 ഭാഗത്തേക്ക്. സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ 24,600 ഭാഗത്തേക്ക് 24,600 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,540 24,540 ഭാഗത്തേക്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയുടെ സ്പോട്ട് 750ക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 670, 600, 540 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ. മിഡ് ക്യാപ്പ് നിഫ്റ്റി ഒരു നല്ലൊരു ട്രേഡ് കിട്ടിയ ദിവസം മിഡ് ക്യാപ്പ് നിഫ്റ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ ഒരു പി ഷേപ്ഡ് ചെറിയൊരു പി വേണമെങ്കിൽ പറയാം. ഒരു ചെറിയൊരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് മിഡ് ക്യാപ്പ് നിഫ്റ്റി. പി ഒ സി 12,878 ഭാഗത്താണ് വന്നത്. പക്ഷേ ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തു. 12,878 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. നമ്മളെ ബുള്ളിഷ് റെഫറൻസിന്റെ മുകളിലൊക്കെ പഴയ ബുള്ളിഷ് റെഫറൻസിന്റെ മുകളിലൊക്കെയാണ് വന്നിരിക്കുന്നത് കൃത്യത നോക്കുകയാണെങ്കിൽ. സോ ഇനി ബൈ എന്ന് പറയുന്നത് ഇന്നത്തെ ഹൈ അഥവാ 12,920 മുകളിൽ മാത്രമേ മിഡ് ക്യാപ്പിന് ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ 12,920 മുകളിൽ മാത്രമേ മിഡ് ക്യാപ്പിന് നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ 12,920 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. ആ ബൈ എങ്ങോട്ട് പോവാം മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്? അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ബൈ എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈ കൃത്യമായി പറയുകയാണെങ്കിൽ 12,979 ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് ടാർഗറ്റ് 12,979 12,979 ഭാഗത്തേക്ക് പോവാനും സെക്കൻഡ് ടാർഗറ്റ് 13,000 എത്രയാണ്? സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അടുത്തത് ഈ 13,027 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 13,027 ഭാഗത്തേക്ക് 13,027 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 13,027 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് 13,070 എത്രയാണ്? 13,070. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,070 ഭാഗത്തേക്ക് 13,070 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 12,920 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതിൽ മാത്രമേ ഈ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് മാർക്കറ്റിലേക്ക് വന്ന് അത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് നോക്കേണ്ടത് ആശാന്റെ ബെയറിഷ് റെഫറൻസ് എവിടെയാണ്? അപ്പൊ പക്ക ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 12,800 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ സെല്ലിംഗ് ആണ്. 12,800 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ മിഡ് ക്യാപ്പിൽ നമുക്ക് ചെറിയൊരു സെല്ലിംഗ് എടുക്കാം. വലിയ സെല്ലിംഗ് അല്ല, ചെറിയൊരു സ്കാൽപ്പിങ്ങിന്റെ ട്രേഡിന് വേണ്ടി എടുക്കാം. അപ്പം ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു പി ഒ സി 12,771 പറഞ്ഞ ഭാഗത്തേക്ക് അടുപ്പിച്ച് തൊട്ടടുത്ത ടാർഗറ്റ് ഉണ്ട്. 12,771 ഭാഗത്തേക്ക് 12,771 ഭാഗത്തേക്ക് ആ മിഡ് ക്യാപ്പിന്റെ ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,700 ഭാഗത്ത് എത്രയാണ്? സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,700 ഭാഗത്തേക്ക് വരാം. 12,700 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,640 12,640 ഭാഗത്തേക്ക് വരാൻ. ചുരുക്കി പറഞ്ഞാൽ 12,000 ഒരു സിമ്പിൾ സ്ഥിത സെറ്റപ്പ് നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ 12,771 താഴെ സസ്റ്റെയിനെങ്കിൽ മാത്രമേ എടുത്താൽ മതി. പക്ഷെ ഞാൻ അത് വച്ചേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ റെഫറൻസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയാണ്, ഈസി ആയിട്ട് അറിയാൻ വേണ്ടിയാണ് വച്ചേക്കുന്നത്. സോ 12,800 പൊട്ടുകയാണെങ്കിൽ 12,771 12,700 12,640 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത നമ്മുടെ ഏറ്റവും വലിയ പ്ലെയർ ആയി ഇന്നൊരു മൂവ്മെന്റ് ഒക്കെ തന്ന ആശാനായിരുന്നു ബാങ്ക് നിഫ്റ്റി. അത് ഓൾമോസ്റ്റ് നല്ലൊരു നോർമൽ വേരിയേഷൻ അപ്പാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അവൻ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് തന്നു. ഇനി ഫ്രഷ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ 54,455 മുകളിൽ വാങ്ങിച്ചാൽ മതി. ഇന്നത്തെ പി ഒ സി എന്ന് പറഞ്ഞാൽ 54,300 ഭാഗത്താണ് നിൽക്കണം. അപ്പോൾ ഞാൻ പി ഒ സി ഒന്ന് കട്ട് ചെയ്ത് 54,300 ഭാഗത്തേക്ക് മാറ്റാം. 54,300 ഭാഗത്തേക്ക് ഒന്ന് മാറ്റാം. 54,445 ഇന്നത്തെ ഒരു R1 മുകളിൽ 54,445 54,445 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞാൽ ആ ബൈ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ആ ബൈ ടാർഗറ്റ് ഉണ്ടല്ലോ. സോ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം മിഡ് ക്യാപ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 54,610 ഭാഗത്തേക്ക് പോകും. എത്രയാണ്? 54,610 ഭാഗത്തേക്ക് പോവാം. 54,610 ഭാഗത്തേക്ക് പോവാം. 54,610 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് എന്ന് പറയുമ്പം സെക്കൻഡ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത വരുന്നത് 54,000
766 ഭാഗത്തേക്ക്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,766 54,766 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് 54,900 ഭാഗത്തേക്ക് വരാം. 54,900 അത് നമ്മുടെ സെല്ലിങ്ങിന്റെ അന്നത്തെ ഏരിയ ആണ്. 54,900 ആ ഒരു ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സെല്ലിങ്ങിന്റെ ബിഗ്ഗസ്റ്റ് ഒരു ട്യൂസ്ഡേ 26th ഓഗസ്റ്റിന്റെ ആ ഒരു ലെവലിലെ ഭാഗത്തേക്ക് വരാം. സോ 54,445 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 54,610 54,766 54,900 ഭാഗത്തേക്ക് വരാം. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ 53,956 താഴെ സെല്ലിംഗ് എടുക്കുക. എത്രയാണ്? 53,956 ആണ്. 53,956 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ സെല്ലിംഗ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ അവൻ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 53,732 ഭാഗത്തേക്ക് വരാം. 53,732 53,732 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 53,550 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 53,400 53,400 ഭാഗത്തേക്ക് വരാം. പഴയ ചെറിയ സപ്പോർട്ട് സോൺസ് ആണ്. സോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 53,956 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ 53,732 53,550 53,400 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു റെഫറൻസ് ലെവലുകൾ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം ട്രേഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. എന്നിട്ട് അത് വെച്ച് മേക്ക് ചെയ്യാൻ ചാൻസ് നോക്കുക. ഒരു അറിയിപ്പുണ്ട്, മെന്ററിങ്ങിന്റെ ബാച്ചിന്റെ എന്താണ് ഡേറ്റ് എടുക്കാറായി. സോ ആർക്കെങ്കിലും മെന്ററിങ് ചേരണം, ജോയിൻ ചെയ്ത് 6 മാസം എൻ്റെ കൂടെ ഇരുന്ന് ലൈവായിട്ട് ട്രേഡ് ചെയ്യണം. ട്രേഡ് ചെയ്ത് മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോയുടെ സെറ്റിംഗ്സ് എങ്ങനെ പഠിക്കണം, എങ്ങനെ മാർക്കറ്റ് ബിഹേവിയർ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ മെന്ററിങ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അത് 6 മാസത്തെ ബാച്ചാണ്. അതിൻ്റെ ഫീസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അത് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുകൂടാതെ ലൈവായിട്ട് എൻ്റെ കൂടെ ഇന്ന് ട്രേഡ് ചെയ്യണം, മെന്ററിങ് ആവശ്യമില്ല, ലൈവായിട്ട് എൻ്റെ കൂടെ ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ കൂടെ എന്നെ ബന്ധപ്പെടാം. ഞാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഗുഡ്.